ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നു. ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും എംബസിക്ക് സമീപം പരിശോധന നടത്തി. എംബസിക്കുള്ള സുരക്ഷയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. അതേസമയം ഭാരതത്തിൽ ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ ചാണക്യപുരിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടുവന്ന ജീവനക്കാരുടെ പരാതിയിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും എംബസിക്ക് സമീപം വിശദമായ പരിശോധന നടത്തി. പോലീസും അഗ്നിശമന സേനയും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. പടക്കം പൊട്ടിച്ചതോ ടയർ പൊട്ടിത്തെറിച്ചതോ ആകാനുള്ള സാധ്യതയുണ്ടെന്നും വീര്യം കൂടിയ സ്ഫോടനം നടന്നിട്ടില്ലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എങ്കിലും എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായത് ഏറെ ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ നോക്കിക്കാണുന്നത്. ഇസ്രായേൽ എംബസിക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചു. സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ജനം, ഡൽഹി.